ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 9, 2026 തിങ്കളാഴ്ച. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഡയറിയിലെ 40ാമത്തെ ദിവസം. ഇന്ന് രാവിലത്തെ എന്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് അയൺ ചെയ്യുകയായിരുന്നു. ഇതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സാധാരണ എല്ലാവരും രാവിലെ തന്നെയാണല്ലോ അയൺ ചെയ്യാറ്. പക്ഷേ ഞാൻ സാധാരണകളിൽ ഞായറാഴ്ചയാണ് അയൺ ചെയ്യാറ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, മുഴുവനാക്കാൻ പറ്റിയില്ല. മനസ്സില്ലാ മനസ്സോടെ ഞാൻ വർക്കിനിറങ്ങി. കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സ് അങ്ങനെയാണ്, ഒരു പിടിയും തരുന്നില്ല. അങ്ങനെ കലങ്ങി കറുത്ത മനസ്സുമായി ഞാൻ റൂട്ടിലേക്ക് ഇറങ്ങി. ഇന്ന് ഞാൻ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് തിരൂരിലേക്കാണ്. ആർത്തലയ്ക്കുന്ന എന്റെ മനസ്സ് പോലുള്ള കടലും കണ്ട് ഞാൻ അങ്ങനെ തിരൂരിലേക്ക്. ഒടുവിൽ തിരൂരെത്തി ഞാൻ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ച ഭക്ഷണത്തിന് ഈ കൊച്ചു കടയിലാണ് പോയത്. കൂട്ടിന് പിന്നെ വേറെ ആരും കിട്ടിയില്ല. മെഡിസ്റ്റയിലെ നമ്മുടെ നിബിനേട്ടനെ തന്നെ കൂട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഇടയ്ക്കൊക്കെ തമാശയാക്കുമെങ്കിലും എന്റെ വീഡിയോയിലേക്ക് വേണ്ടിയുള്ള ചില കണ്ടന്റുകൾ തരുന്നത് പുള്ളി തന്നെയാണ്. ഇതും അതുപോലെ ഒരു ഐറ്റം ആണ്. BP അങ്ങാടിയിലുള്ള സകല ആളുകൾക്കും അറിയാവുന്ന കടയാണ്. അത് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. ബാക്കി എന്റെ കഥകളിലേക്ക്. ഇന്നത്തെ എന്റെ വെള്ളം കൂടി രണ്ടാമത്തെ കുപ്പിയിൽ എത്തിയപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു തന്നെ. ഒടുവിൽ വൈകുന്നേരം ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ തിരൂരിനോട് വിട പറഞ്ഞു. എന്റെ കൂടെ കോഴിക്കോട് വന്നിട്ട് അസ്തമിക്കാമെന്നുള്ള മോഹവുമായി ദിവാകരനും കൂടെ കൂടി. പക്ഷെ പാതി വഴിയിൽ കട്ടയ്ക്ക് കൂടെ നിന്ന പുള്ളിക്കാരനെ പറ്റിച്ച് ഞാൻ ചായ കുടിക്കാൻ പോയി. അത് പിന്നെ ഇത്രയും കടികൾ ഒരുമിച്ച് കണ്ട എന്റെ വയറ്റിൽ കൊക്കുപുഴയാണെന്ന് പുള്ളിക്ക് അറിയാമല്ലോ. ഒടുവിൽ കോഫി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് പുതിയൊരു സ്ഥലം കാണുന്നത്. അങ്ങനെ അവിടുന്ന് വർക്കെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചെത്തിയത് ഫറൂഖിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയല്ല, ഇത്തവണ ആളുകൾ കുറച്ചുകൂടി ഡീസന്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്തവണ നിയമം തിരിച്ചിട്ടുള്ള ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒടുവിൽ പാലം ഇറങ്ങി ഇപ്പുറത്തെ സൈഡ് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് കാണുന്നത്. കുറച്ചു ദിവസമായിട്ട് മനസ്സിനൊരു സുഖമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ എന്നെ നോർമലാക്കുന്നത് സിനിമ കണ്ടിട്ടാണ്. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ടിക്കറ്റ് എടുത്ത് പടത്തിന് കയറി. ഈ അടുത്ത് യൂട്യൂബിൽ മറ്റോ ഒരു ടീസർ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചാണ് ഈ പടം കാണണമെന്ന്. ആ ടീസറിൽ കാണിച്ച ഒരു കാര്യങ്ങളും സിനിമയെ പറയുന്നില്ലെങ്കിലും എനിക്കെന്തോ ജയറാമേട്ടന്റെ ഇങ്ങനെയുള്ള റോളുകൾ കാണാൻ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ്. ജയറാമേട്ടനോട് കട്ടയ്ക്ക് പിടിച്ചിട്ട് നമ്മളെ കാളിദാസനുണ്ട്. പണ്ട് ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ എന്റെ മനസ്സ് കൈവിട്ടു പോയപ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഒരു പടമാണ് പാൽത്തു ജാൻവർ. അതുപോലെ എന്നെ തിരിച്ചെത്തിച്ചത് ഈ പടമാണ്. പക്ഷെ ഇതിന്റെ ഹാങ് ഓവർ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. സോറി, ഞാൻ പടത്തിന്റെ പേര് പറയാൻ മറന്നുപോയി. ആശകളായിരം. നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടം. ഇനി ചിലരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് തന്തവൈബാണെന്ന് പ്രാകാതിരുന്ന ഭാഗ്യം. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മനസ്സൊക്കെ റിലാക്സ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ഇന്നത്തെയും എന്റെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.